എണീറ്റു എണ്ണയിട്ടുന്ന് എണ്ണയിട്ട് തടവുക. ഞാൻ വരട്ടെ, പോരെ, ഷോപ്പിലോട്ട് പോരെ. എണയ്ക്കൂ, ഡ്രസ്സ് ഇല്ലാത്തത് മസാജ് ചെയ്യുമോ? ഞാൻ ഡ്രസ്സിലാണ് മസാജ് ചെയ്യാന്നാ. അടിപൊളി. ഞാൻ ഡ്രസ്സ് ഇടും ചേട്ടാ. ഞാൻ എന്ത് ഡ്രസ്സ് ഇടുന്നതെന്നറിയോ? അതേന്ന് കൊച്ചുകളെ, ഞാൻ മസാജ് ചെയ്യുമ്പോൾ എന്ത് ഡ്രസ്സ് ഇടാന്നറിയോ? ഞാൻ ലൈറ്റ് കെടുത്തിയിട്ട് ഇങ്ങനെ 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 എഴുന്നേൽക്കൂ. എൻ്റെ പൊന്നു കുരിശേ മുത്തപ്പ, എഴുന്നേക്കാൻ വെയിറ്റേ. പ്ലാന്റ് കീറിയിടാ, എഴുന്നേക്കാം. മതി പോടുന്നു. എണ്ണ എടുത്ത് തടയും കൊണ്ടിരിക്കുക അവിടെ ഒരാശാൻ. ദുബായിലെ വിട മൊലബിക്ക് ആയിക്കോട്ടെ. അതെ, എനിക്ക് തോന്നി. ഹായ്, എണീറ്റ് നിൽക്കുമോ? ഞാൻ ഈ ഡ്രസ്സ് ഇട്ടിട്ട് പോകണേ. ഷെറിനെ ഷോപ്പിൽ പോകുമ്പോൾ ഈ ഡ്രസ്സ് ഇട്ടാൽ പോരെ? പാൻറ്റ് വീഴും, ഇങ്ങനെ കൊല്ലും. പാൻറ്റ് വേറെ ഇടും. ആരാ? എന്നാലും പൊന്നു ഷെറിനെ ഒരു കഥ പറയട്ടെ. എൻ്റെ പൊന്നു മോനെ, എൻ്റെ ഒരുപാട് ഓയിൽ തീർന്നു. ഷോപ്പിലെടുത്ത് വെച്ച ഓയില് മൊത്തം തീർന്നു. അറിയോ ഷെറിനറിയോ? ഈ മസാജ് ചെയ്തിട്ട് ഇവിടെയൊക്കെ വേദനയാ. കൈ അനക്കാൻ പറ്റാണ്ട എനിക്ക്, അറിയോ? ഇങ്ങനെ കാശ് വേണമല്ലോ, കാശ് വേണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ കഴുത്തൊക്കെ വേദന. ഷെറിന് ആ തമിഴൻ വലിയ കോടീശ്വരനാണോ? നല്ല കാശ് തന്നെ. വൈഫ് ഇട്ടേച്ച് പോയി. പക്ഷെ ഭയങ്കര വായനാറ്റായിരുന്നു. പുള്ളിയുടെ അടുത്ത് ഇരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഷെറിനെ ഒരു പ്രത്യേക ഒരു ഇതായിരുന്നു, പ്രത്യേകിച്ച് വായനാറ്റം. അയാളടുത്ത് നമ്മൾ മസാജ് ചെയ്യാൻ പോകത്തില്ലേ, മസാജ് ചെയ്യാൻ പോകുമ്പം എന്താ പറയുക, നമ്മുടെ കഴുത്തിൻ്റെ ഇവിടെയൊക്കെ പുള്ളിയുടെ തിരുമും. കഴുത്തിൻ്റെ ഇവിടെ ഇങ്ങനെ തിരുമുമ്പം ഭയങ്കര വായനാറ്റം. അശോ ഫസ വായനാറിയിട്ട് വയ്ക്കാം. ഈ കാലത്ത് വായ നിറഞ്ഞ കസ്റ്റമറും എനിക്കെല്ലാം കൊണ്ടും എൻ്റെ കുഞ്ഞ് മാത്രം മതി. എന്തൊക്കെ സഹിക്കണല്ലേ, സത്യം. നമുക്കിതിൽ പറയാൻ പറ്റും കസ്റ്റമറുടെ അടുത്ത്. നമുക്ക് പൈസ ഇല്ലേ മുഖ്യം. ചുയിങ്കം കഴിച്ചിട്ട് വന്നേ. ചുയിങ്കം മൊഞ്ചു രഞ്ജിത്ത് നായരനെ ഒന്ന് ബ്ലോക്ക് ആക്കിക്കേ. എണീറ്റ് നിൽക്കാമോ? ഇല്ലേനാ, പേടിച്ച് നിന്നിട്ട് ഒരാൾ കൂടും. എനിക്ക് പേടിയാ. ആർക്കൊക്കെ ഞാൻ എഴുന്നേച്ച് നിൽക്കണം? ഞാൻ പറ, എഴുന്നേച്ച് നിന്നിപ്പോൾ ലൈവട്ടേണ്ടി വരും. തമ്മാണോ? ഞാനും ഫുഡ് കഴിഞ്ഞു. ആരെങ്കിലൊക്കെ പറ, എഴുന്നേക്കാൻ ഞാൻ എഴുന്നേക്കും. എഴുന്നേറ്റ് നിൽക്കണോ? ഷെറിനും പറ, ഞാൻ എഴുന്നേറ്റ് നിൽക്കണോ? എഴുന്നേറ്റ് നിൽക്കണോ? എൻ്റെ വണ്ണം കാണാനല്ല. എഴുന്നേറ്റ് നിൽക്കണോ? വേം പറ, പറയീ. എഴുന്നേക്കണോ? അയ്യോ മാണ്ട നിൽക്കുന്ന ഒരാൾ പറഞ്ഞു, വേണ്ടാന്ന് പറയുന്നു. വേണ്ടാന്ന് ഗൈസ്. വിജയിച്ചോട് എഴുന്നേക്കണ്ട, അതൊന്ന് കാണട്ടെ പിന്നെ പ്ലീസ്. നിൽക്കൂ മുത്തേ. എടി ഷെറിന് ഒരു വട്ടം നിന്ന് കൊടുത്താലോ? ഞാൻ ഇപ്പം നിൽക്കാം, കുറച്ചങ്ങനെ നിൽക്കും. ഞാനിപ്പോൾ ഡ്യൂട്ടിക്ക് പോവാം. 5:30 വരെ ഉള്ളൂ. ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഞാൻ നിൽക്കാം കേട്ടാ. ഞാൻ പാൻറ്റ് മാറിയിടാൻ പോവാം. പാൻറ്റ് വേറെ ഇട്ടേക്കണേ. അപ്പം ഈ പാൻറ്റ് കൊള്ളത്തില്ല. ഈ പാൻറ്റ് സൈഡ് കീറി, ഞാൻ കണ്ടില്ല. കീറിയിരിക്കുന്നു. അപ്പം കീറി എത്തുകൊണ്ട് പോകാൻ പാടില്ലല്ലോ. അപ്പോൾ ഏതായാലും ഇന്ന് ഉണ്ടായിരുന്നു 3 പേര്. ഇന്നലെ 8, ഇന്ന് 3. ഫസ ഉണ്ടായിരുന്നു. ആ പാൻറ്റ് കീറിയതുകൊണ്ട് ശരിയാവില്ല. അപ്പോൾ പാൻറ്റ് മാറിയിടാൻ പോവാം. അപ്പം ഞാൻ നിൽക്കാം, അന്നേരം കാണിക്കാം. ആരും പോവല്ലേ, പാൻറ്റ് കീറിയത് കാണിക്കില്ല.
ഷെറിനെ നീ എവിടെയെങ്കിലും ടിക്ടോക്കിൽ ഏതെങ്കിലും പെണ്ണുങ്ങൾ കണ്ടു എന്നെ പോലത്തെ? ഇതൊക്കെ എന്നെ കൊണ്ടല്ലേ സാധിക്കൂ. ഷെറിൻ ഫസ കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? ഇതേപോലത്തെ ഒരു പെണ്ണിനെ കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും ടിക്ടോക്കിൽ എന്നെ പോലെ? കണ്ടിട്ടുണ്ട്. ഫുഡ് കഴിച്ചപ്പോ ഞാൻ സാമ്പാറുണ്ടെന്ന് അത് കാണിക്കരുത്. ഇല്ലാട്ടാ, ഇല്ലല്ലോ. ഫസ തൃശ്ശൂരായിരുന്നു. ഫസ തൃശ്ശൂരാ? ഇല്ലാട്ടാ എന്ന് പറഞ്ഞ തൃശ്ശൂരാരിയാന്ന് തോന്നുന്നു. കണ്ടിട്ടില്ല. ഇല്ല, ശരിയാ വിജുമോളെ എനിക്ക് നിൽക്ക്. ഇല്ല, നീ ഒരു പാവ അല്ല. പിന്നെ ഫസ തൃശ്ശൂരാണാ? അറമണ്ട് ചോദിക്കാ. കണ്ടുട്ടോ മലപ്പുറം. ചിറ്റിപ്പിക്കോ മലപ്പുറത്താ? അതാരാ ആവോ? ഫസ എപ്പോഴും നമ്മുടെ കയ്യിൽ വരും. നമ്മുടെ എന്താ നബീസ് എവിടെ? നബീസിൻ്റെ കഴുത്തിലെ സാധനം ഈ കിടക്കുന്നത്. എൻ്റെ നബീസ് താണ്ട കിടക്കുന്നു. നബീസിൻ്റെ കഴുത്തിൽ നബീസ് ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുക. എൻ്റെ നബീസ് എന്തിങ്ങനെ ആയിപ്പോയെന്ന് അറിയില്ല. നബീസിൻ്റെ കുണ്ടി മാത്രമുണ്ട്. കീറിയത് മലപ്പുറമാണോ? എടാ എൻ്റെ പാൻറ് കീറി. ചേച്ചിക്ക് 38 ഏജ് ഉണ്ടോ? 30. ഹലോ ജി. എൻ്റെ നബീസിൻ്റെ നമ്മുടെ കമന് കാണുന്നില്ല തോന്നുന്നത്. അയ്യോ തോന്നുന്നതല്ല, കണ്ടിട്ടില്ല. എന്നിട്ടാണ് കാണുന്നു. ഇപ്പം കാണുന്നു. നിന്റെ മാറിലെ മായ ചന്ദനപ്പൊട്ട് എനിക്കല്ലേ? നിന്റെ മാറിലെ മായ ചന്ദനപ്പൊട്ട് എനിക്കല്ലേ? കേട്ടാ ഒന്ന് എണിക്കാമോ? ഇപ്പം നിൽക്കാന്ന്. വെയിറ്റ് ആൻഡ് സീ. ഞാൻ നിൽക്കും. വെയിറ്റ് ചെയ്. നിന്റെ പാൻറ് കീറി. ആ പാൻറ് കീറി കൊണ്ട് കിടക്കുന്നയാ. അതിപ്പോൾ ഞാൻ എഴുന്നേൽക്ക്. അല്ലാണ്ട് ഒരു 10 മിനിറ്റ് എഴുന്നേക്കണോ? എന്നാൽ പാൻറ് മാറട്ടെ. എന്നാൽ ഇപ്പോൾ ഷോപ്പിൽ പോലെ പാൻറ് മാറാം. വാ എഴുന്നേക്കാം. ഷോയും മൂട് പോടി. കുറച്ചൊക്കെ കഴിയട്ടെ. 10 മിനിറ്റ് ഇപ്പം എഴുന്നേക്കാം. കാരണം ഞാൻ പാൻറ് മാറിയിടാൻ പോവാം. കാരണം എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ പാൻറ് കീറി. ഞാൻ കണ്ടില്ലായിരുന്നു പാൻറ് കീറിയത്. ഹായ് ബിച്ചി. അയ്യോ റിങ്ങു ചേച്ചി എവിടെയാണ്? കാണാനില്ല. എങ്ങോട്ടാണോ യാത്ര? ടീഷർട്ട് ജലത്തു. ടീഷർട്ടിന് പറ്റില്ല. സാരമില്ല. കാരണം അയ്യേ എൻ്റെ പാൻറ് കീറി ഗൈസ്. എൻ്റെ എണീറ്റു. എണ്ണയിട്ടൂന്നോ? എണ്ണയിട്ടു. നല്ല ഒരെണ്ണം എടുക്ക് ചേച്ചി. എണ്ണയിട്ടൂന്ന്. ഹാപ്പി അല്ലേ മുത്ത്? ഒരു ഹാപ്പി അല്ല. ഇവിടെ എന്തൊരു കുരു. കിങ് ഓഫ് ഷാനു എന്നാ പറ്റി? കിങ് ഓഫ് ഷാനും മല എന്തുവാണോ എണുത്തുവാണോ? നല്ല ഡാഷ്. അപ്പം എല്ലാവർക്കും കാണാൻ വേണ്ടി ഡോണേ എവിടെ പോയി നീ? എഴുന്നേൽക്ക്. ശരി വാ. അപ്പം എല്ലാവരും ശ്രദ്ധിക്കില്ല. പാൻറ് മാറട്ടെ. വാ. അവരെല്ലാവരും പറഞ്ഞു എഴുന്നേക്ക്. എൻ്റെ പാൻറ് കയറി ഗൈസ്. എഴുന്നേക്കാം. തേടുന്നു തടപ്പാടി ഒഴുതി തിങ്കളെ